സംസ്ഥാനം 5000 കോടി മുടക്കിയപ്പോൾ എത്രയാണ് കേന്ദ്രം കൊടുത്തത്? കേന്ദ്രം ഒലക്ക കൊടുത്തത്. ഈ ജനങ്ങൾക്ക് രാത്രി പെണ്ണുങ്ങൾക്കൊക്കെ വഴിയിറങ്ങി നടക്കാം. ഇതാണോ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ശബരിമല വിഷയം ഇവിടെ പരിപ്പ് പോകുന്നതല്ല. UDF അതിനുവേണ്ടി വോട്ട് കാത്തിരിക്കണ്ട. അല്ലല്ല മുട്ടാടിന്റെ പുറകെ കുറുക്കം പോയതുപോലിരിക്കും. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? പത്തനംതിട്ടയിൽ ഏറ്റവും പ്രധാനമായി ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാവുന്ന കാര്യങ്ങൾ എന്താണ്? അതിനെ ഈ മുന്നണികൾ അഡ്രസ് ചെയ്യുന്നുണ്ടോ എന്നതാണ് എനിക്ക് ഏറ്റവും സാധാരണക്കാരിൽ നിന്ന് അടക്കം എനിക്ക് അഭിപ്രായം പറയണം. പിറകിൽ നിൽക്കുന്നവർ എനിക്കറിയാം, ഏറ്റവും കൃത്യമായ അഭിപ്രായമുള്ളവരാണ്. അവരിൽ നിന്ന് അടക്കം അറിയാം. എന്തായാലും ആദ്യം കൈ കാണിച്ച ആളെന്ന നിലയ്ക്ക് വളരെ ചുരുക്കി ചോദ്യരൂപത്തിൽ, ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. നമുക്കറിയാം, ഒരിക്കലും സാധ്യമാകില്ല എന്ന് പറഞ്ഞ ദേശീയപാത യാഥാർത്ഥ്യമായത് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് 5500 കോടി രൂപ കൊടുത്താണ്. ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്ന് പറഞ്ഞ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമായത് കേരള ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തിയുടെ പ്രതികരണമാണ്. തീരദേശ ഹൈവേയും മലയോര ഹൈവേയും ഇവിടെ കേരളത്തിന് യാഥാർത്ഥ്യമാണ്. അടച്ചുപൂട്ടുമെന്ന് പറഞ്ഞ പള്ളിക്കൂടങ്ങൾ ഇന്ന് തുറന്നു പ്രവർത്തിക്കുന്നു. കേരളത്തിലെ താലൂക്ക് ആശുപത്രികളിൽ പാവപ്പെട്ട കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യത്തക്ക സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുന്നു. എല്ലാ ജില്ലകളിലും കാത്ത് ലാബുകൾ ഉണ്ടായിരിക്കുന്നു. ഇതൊരിക്കലും ഈ സമൂഹം പ്രതീക്ഷിച്ചതല്ല. 65 ലക്ഷം മനുഷ്യർക്ക് 2000 രൂപ പ്രതിമാസം കൊടുക്കാൻ അഭിമാനത്തോടെ ഈ നാടിന് ഏറ്റെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണത്. ഈ ഉത്തരവാദിത്തത്തിന് മുകളിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കണ്ടയ്ക്കാൻ കഴിയില്ല. ശരി, ഇതിന് കൗണ്ടർ ഉണ്ടോ? ഇത് എനിക്ക് പറയാനുള്ളത്, കുല്ലൂര് ഫ്ലൈബ്രിഡ്ജ് ജീവനക്കാരൻ അപ്പൻ, എന്റെ അപ്പം മരിക്കുമ്പോൾ സഖാവ് കെ ഷാജിയും സഖാവ് MA രോജാവുവാനും ഇന്ന് കൊല്ലം ജില്ല ഭരിക്കുന്ന സഖാവുവാനല്ല ജില്ലാ സെക്രട്ടറി ആയതെല്ലാം മത്സരിച്ച് എനിക്ക് ഒരു തുള്ളി വെള്ളം തരാനും ഇന്ന് ഞങ്ങള് അരി പോലും ഇല്ല വീട്ടിൽ. അറിയാവൂ? അല്ല, അദ്ദേഹം പറയട്ടെ. ആ കമ്മ്യൂണിസ്റ്റുകാരും എന്റെ ചോദ്യം ഇന്ന് കൊണ്ട BN ഗോപാല എനിക്ക് തന്നാക്കുന്ന BN ഗോപാലിന് മാത്രമല്ല ചിറ്റയും ഗോമാറെ വീട്ടിൽ കൊണ്ടുവന്ന് 5 കിലോ വേണ്ടതൊക്കെ LDF കൊണ്ട് തന്നു. ഓക്കെ, ശരി. ഇനി എനിക്ക് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാനുള്ളത്, ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ചേട്ടാ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ കഴിഞ്ഞ കുറെ നാളുകളായി മാധ്യമങ്ങളിൽ ഏറ്റവും സജീവമായി നിന്ന ഒരു വിഷയമായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാണോ? ആളുകളെ സ്വാധീനിക്കുന്ന വിഷയമാണോ? ഒരു കാരണവശാലും ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല. കാരണം കൊണ്ട് ഇപ്പോഴത്തെ വികസനം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ ശബരിമലയ്ക്ക് വേണ്ടി ഫണ്ട് അനുവദിച്ചത് ഇടതുപക്ഷ സർക്കാരാണ് എക്കാലവും. അവിടുന്ന് ഒരു സത്യസന്ധമായിട്ട് സർക്കാർ ഒരിക്കലും അവിടെ നിന്നുള്ള ഒരു ഫണ്ടുകളും എടുത്തിട്ടുമില്ല. ഒരു ചോദ്യം ഈ ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിനെ ഈ മണ്ഡലത്തിൽ ബാധിക്കത്തില്ല. ഉദാഹരണം, ശബരിമല നിലനിൽക്കുന്ന പെരുന്നാട് പഞ്ചായത്ത് ഭരിക്കുന്ന LDF, ശബരിമലയിലെ അയ്യപ്പന്റെ കൊട്ടാരം നിൽക്കുന്ന പന്തളം നഗരസഭ ഭരിക്കുന്നത് LDF. ഈ തെരഞ്ഞ രണ്ട് സന്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് വ്യക്തമായ മേൽക്കൈ നേടിയ ഈ മണ്ഡലത്തിൽ ഈ ശബരിമല വിഷയം ഏശത്തതേ ഇല്ല. ശബരിമല വിഷയമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അത് UDFന് അനുകൂലമായിട്ട് വരും. ഇനി എത്ര പഞ്ചായത്ത് LDF ഭരിച്ചാലും ഈ എറണാകുളം, ഈ പത്തനംതിട്ട ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ മറുപടിയുണ്ട്. ശബരിമല വിഷയത്തിൽ ശബരിമല നിൽക്കുന്ന അടിപത്രം നിങ്ങൾക്ക് എന്നുള്ളതാണ്. ഇവിടെ മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 5 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ശബരിമല അടക്കം ഏത് ക്ഷേത്രങ്ങളിലെയും ഏത് ആരാധനാലയങ്ങളിലെയും ഏത് കൊള്ളയായിക്കോട്ടെ ഈ സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് ബോധ്യപ്പെടുത്തി അതിശക്തമായ നടപടിയെടുത്ത സർക്കാരാണ് ഈ സർക്കാർ. മാത്രമല്ല, ശബരിമലയിൽ അവിടെ കൊണ്ട് തീരുന്നില്ല. ശബരിമലയിൽ ഇന്ന് ഈ സമരത്തിനിറങ്ങിയ UDF ഉണ്ടല്ലോ, UDFന്റെ ഭരണകാലത്ത് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന VS ശിവകുമാറിന്റെ സഹോദരൻ ജയകുമാർ 3.5 കോടിയുടെ പാത്രം വാങ്ങിയ അഴിമതി കേസ് വിജിലൻസിന്റെ മുമ്പിൽ എത്തിച്ചത് പിണറായി വിജയന്റെ ഗവൺമെന്റാണ്. അപ്പൊ ഈ അഴിമതിയെ പറ്റിയൊക്കെ ഈ പറയുന്നു. പക്ഷേ ഇടതുപക്ഷ മുന്നണി എന്താ? ഇടതുപക്ഷ മുന്നണി ആരായാലും, അതിൽ ഇടതുപക്ഷത്തുള്ള ആളായാലും വലതുപക്ഷത്തുള്ള ആളായാലും മോഷണം നടത്തിയ ആളുകള് അല്ലെങ്കിൽ അവിടെ ക്രമക്കേട് നടത്തിയ ആളുകള് അവരുടെ പേരിൽ കർശനമായി നടപടി. പക്ഷേ അറസ്റ്റ് ചെയ്തല്ലോ, പാർട്ടി നടപടിയെടുക്കാൻ കുറ്റപത്രം വരട്ടെ. ഞങ്ങൾ ഇപ്പോൾ പറയുന്നു. ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ പത്മകുമാറിനെ മാറ്റി. ഞാൻ ചോദിക്കട്ടെ, അടൂർ പ്രകാശിന് നടപടിയെടുത്തോ കോൺഗ്രസ്? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടു കൂട്ടരും ശബരിമലയിൽ പിടിച്ചാണ് നിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലം
10 വർഷം മുമ്പുണ്ടായിരുന്ന ഇരുട്ടിൽ നിന്ന് കേരളത്തെ മാറ്റി വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നൊരു ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെ കേരളത്തിലെ ജനങ്ങൾ കാണാതിരിക്കാൻ പറ്റുമോ? 62 ലക്ഷം പേർക്ക് മുടങ്ങാതെ പെൻഷൻ കൊടുക്കുന്ന ഒരു ഗവൺമെന്റിനെ കാണാതിരിക്കാൻ പറ്റുമോ? റേഷൻ കടയിൽ ചെന്നാൽ കൃത്യമായി സാധനം കിട്ടുന്ന സാഹചര്യം സൃഷ്ടിച്ച ഒരു ഗവൺമെന്റിനെ. ഇല്ല, ഇവിടെ ഈ വികസനത്തെ പറ്റിയിട്ട് പറയുമ്പോഴേ വികസനം മനുഷ്യന് അനുഭവവേദ്യമാകണം. ഇന്ന് നമ്മുടെ നാട്ടിൽ അനുഭവവേദ്യമായ വികസനം ഞാൻ സമ്മതിക്കുന്നു, റോഡുകളുണ്ട്. ഈ റോഡിന്റെ വികസനം കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. ഈ 5 മണ്ഡലവും നിലനിർത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഇത്തവണയുണ്ട്. LDF-നെ സംബന്ധിച്ചിടത്തോളം 5 നിയമസഭാ മണ്ഡലങ്ങൾ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായ ഒരു കാര്യമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ സ്വാധീനിക്കുന്നത് തദ്ദേശീയമായ ഒട്ടേറെ പ്രശ്നങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമായ LDF ആണ് 2021 ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ കഴിഞ്ഞ തവണത്തെക്കാൾ 6 സീറ്റ് കൂടി കൂടുതൽ നേടി കേരളത്തിൽ അധികാരത്തിൽ വന്നു. ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റിനെ അപേക്ഷിച്ച് 6 സീറ്റ് കൂടി കൂടുതൽ നേടി രണ്ടാമത്തെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അപ്പൊ ഇപ്രാവശ്യവും കേരളത്തിൽ സമാനതകളില്ലാത്ത വികസന നേട്ടം കൊണ്ടുവന്ന കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇത്രമാത്രം വികസനത്തെ സംബന്ധിച്ച് ആർക്കും സങ്കല്പിക്കാൻ കഴിയില്ല. ആ വികസന നേട്ടം മാത്രമല്ല, പറഞ്ഞ കാര്യം സത്യസന്ധതയോടെ നടപ്പാക്കിയ ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെ മറക്കാൻ എങ്ങനെ ഈ ജനങ്ങൾക്ക് കഴിയും? ജനങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ആഹാര പാത്രത്തിൽ അരിക്ക് മുട്ടില്ലാത്ത ഒരു കാലം, അവരുടെ മക്കൾ പള്ളിക്കൂടത്തിൽ പോകുന്ന സമയത്ത് ആ പള്ളിക്കൂടങ്ങളിൽ ആടിയ കാലുള്ള ബെഞ്ചും ഡെസ്കുമായിരുന്നെങ്കിൽ അതെല്ലാം മാറ്റി പാമ്പ് കടിക്കുന്ന ക്ലാസ് മുറികളുള്ള പള്ളിക്കൂടങ്ങളായിരുന്നെങ്കിൽ അതിനെയെല്ലാം മാറ്റി ആധുനിക സൗകര്യങ്ങളുള്ള പള്ളിക്കൂടങ്ങൾ കൊടുത്ത് ചികിത്സാ സൗകര്യങ്ങൾ എല്ലാ തരത്തിലും മെച്ചപ്പെടുത്തി കൊടുത്തൊരു സർക്കാർ. ആ സർക്കാർ അത് മാത്രമല്ല, ക്ഷേമ പെൻഷൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം മുടക്കിയിടത്തുനിന്ന് അത് വെറും 600 രൂപ മുടക്കിയിടത്തുനിന്ന് 2000 ആക്കി ഉയർത്തിക്കൊടുത്ത് കൃത്യമായി കയ്യിൽ കൊടുക്കുന്ന ഒരു കാലം. അതായത് ഭരണാനുകൂല തരംഗം ഉണ്ടെന്നാണ്. അതിശക്തമായ ഭരണാനുകൂല തരംഗം മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ കടുത്ത സാമ്പത്തിക അവഗണനയിലും ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞ ഈ സർക്കാർ അധികാരത്തിൽ വന്ന നാൾ മുതൽ ബാലഗോപാൽ മാറി ഐസക് മാറി ബാലഗോപാൽ മന്ത്രിയായി വന്നപ്പോ ഇന്ന് പൂട്ടാൻ പോകുന്നു, നാളെ പൂട്ടാൻ പോകുന്നു, മറ്റന്നാളി പൂട്ടാൻ, ഇങ്ങനെ ട്രഷറി പൂട്ടുമെന്ന് പറഞ്ഞിടത്ത് 1.5 മിനിറ്റ് പോലും ട്രഷറി പൂട്ടിക്കാതെ ഈ വികസന കാര്യങ്ങൾ കേന്ദ്ര അവഗണനക്കിടയിലും ധനസമാഹരണം നടത്തി ചെയ്തൊരു ഗവൺമെന്റിനെ എങ്ങനെ ജനങ്ങൾ മറക്കും? അദ്ദേഹം വികസനത്തിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. ഈ 10 വർഷത്തിന് മുമ്പ് ഇവിടെ വികസനം ഉണ്ടായിരുന്നില്ലല്ലോ. അടുപ്പിച്ച് അതോ ഞാൻ ഉറച്ചു പറയണോ? അപ്പൊ ഉറച്ചു തന്നെ ഞാനങ്ങ് പറഞ്ഞേക്കാം. അല്ല, അദ്ദേഹം വലിയ കാര്യത്തിൽ 10 വർഷക്കാലത്തെ വികസനത്തിന്റെ കാര്യം 5483 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ അങ്ങോട്ട് കൊടുത്ത് അറിയാ. ചുമ്മാ വായി തോന്നവരെ പറഞ്ഞ് മിടുക്ക കാണിച്ചേച്ച് പോകരുത്. റോഡിന്റെ കാര്യമാണ് പറയുന്നത്, അങ്ങനെ മിടുക്ക കാണിക്കരുത്. ഈ സംസ്ഥാനം 5000 കോടി മുടക്കിയപ്പോൾ എത്രയാണ് കേന്ദ്രം കൊടുത്തത്? കേന്ദ്രം ഒലക്ക കൊടുത്തത്. അവിടെ വയ്യ, ജനങ്ങൾ കേൾക്കും. ഞാൻ ഇത് മാത്രം വികസനത്തിന്റെ റോഡിന്റെ പേര് മാത്രമാണ്. സ്കൂളിന്റെ കാര്യം നോക്കുക, ആശുപത്രിയുടെ കാര്യം ഹർഷൻ പറഞ്ഞു. ആശുപത്രിയുടെ കാര്യം നോക്കുക, സ്കൂളിന്റെ കാര്യം നോക്കുക. ഇല്ലേ, മറ്റ് ഈ ജനങ്ങൾക്ക് രാത്രി പെണ്ണുങ്ങൾക്കൊക്കെ വഴിയിറങ്ങി നടക്കാം. ഇതാണോ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ശബരിമല വിഷയം ഇവിടെ പരിപ്പ് പോകുന്നതല്ല. UDF-കാരൻ അതിനുവേണ്ടി വോട്ട് കാത്തിരിക്കണ്ട. അല്ലല്ല, മുട്ടാടിന്റെ പുറകെ കുറുക്കം പോയതുപോലിരിക്കും. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്താണ് ശബരിമല കാര്യം പൊക്കി പിടിച്ചോണ്ട് ഇവിടുന്ന് ആളുകളെ പോയതൊക്കെ ഞങ്ങൾക്കറിയാം. അതിന്റെ കൂടുതൽ അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നിട്ട് അതിനുശേഷം എന്ത് പറ്റി? ആ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് പറ്റി? വീണ്ടും വന്ന് ഈ ഇടതുപക്ഷം എന്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി. അടുത്ത ചോദ്യം എന്താണ്? UDF പക്ഷത്തു നിന്നുള്ള ചോദ്യം. നമ്മുടെ BJP വക്താവ് വികസനം എന്ന് ആവർത്തിച്ച് പറഞ്ഞു. ഈ കേരളത്തിന്റെ വികസനത്തിൽ എന്തെങ്കിലും സംഭാവന BJP സർക്കാരിനുണ്ടോ എന്ന് പറയാമോ? ഈ 10 വർഷത്തെ പറയാം. നാഷണൽ ഹൈവേ അദ്ദേഹം പറഞ്ഞു. മുൻ പ്രസിഡന്റായ സുരേന്ദ്രൻ വെല്ലുവിളിച്ചു പറഞ്ഞു, മുഖ്യമന്ത്രി പിണറായി വിജയനെ അംഗീകരിക്കാം, നാഷണൽ ഹൈവേയും ഗെയിൽ പൈപ്പ് ലൈനും നടത്തി കാണിക്കാമെങ്കിൽ അത് നടത്തി കാണിച്ചു. അതിൽ കേരളത്തിന്റെ സംഭാവന എന്ന് പറഞ്ഞത് ഭൂമി ഏറ്റെടുത്തു കൊടുത്ത് എല്ലാ തടസ്സങ്ങളും നീക്കി 5850 രൂപ കൊടുക്കി. ഒരു കാര്യം കൂടെ പറയാം, എവര് ഇതിനകത്ത് പൈസ മുടക്കിയെന്ന് പറയുന്നത് വെറുതെയാ. അവര് പൈസ മുടക്കിയത് കടമെടുത്താ. ജനങ്ങൾ 10 വർഷം കഴിഞ്ഞിട്ട് ആ കത്രിക വെളിയിലെടുക്കേണ്ട സാഹചര്യം വന്നത്. അങ്ങനെയുള്ള വിഭാഗത്തിലെ ആരോഗ്യ വിഭാഗത്തിന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും സൂചി വേണമെങ്കിൽ വെളിയിൽ നിന്ന് മേടിക്കണം. അങ്ങനെയുള്ള വിഭാഗത്തെ കുറിച്ചാണ് ഇത് ഈ പറയുന്നത്. ആരോഗ്യമന്ത്രിയുടെ ജില്ല മറുപടി പറയും. അദ്ദേഹം മറുപടി പറയും. കേരളത്തിൽ
ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഒരു കത്രിക ഒരു രോഗിയുടെ വയറ്റിൽ കിടക്കുന്നതല്ല പ്രശ്നം. കേരളത്തിലെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ആ മുഖ്യമന്ത്രി കസേര ഒരു പ്രാന്തക്കാരിയിരുന്നു. അതാണോ കേരളം ചർച്ച ചെയ്യുന്നത്? ആണോ? പറയട്ടെ. ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഒരു പ്രാന്തന കസേര കയറിയിരുന്നു. അതാണോ ചർച്ച ചെയ്യുന്നത്? നിങ്ങളുടെ ശരി അതല്ല, നിങ്ങളുടെ ആദി നല്ലതുപോലെ മനസ്സിലാകും. എന്താ അറിയോ? ശരി അതല്ല, ഞാൻ പറയട്ടെ. ഹലോ, ഞാൻ മറുപടി പറയട്ടെ. നിങ്ങളുടെ യൂത്ത് കോൺഗ്രസുകാരുടെയും കോൺഗ്രസിന്റെയും ആദി നല്ലതുപോലെ മനസ്സിലാവും. കേരളത്തിലെ ആരോഗ്യ മേഖല ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള വികസനം നേടി. യുവാക്കളെ സംബന്ധിച്ചുകൊണ്ട് ബ്രെയിൻ ഡ്രെയിൻ ആണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇപ്പൊ റിവേഴ്സ് മൈഗ്രേഷൻ തുടങ്ങി കഴിഞ്ഞു. ഈ നാട്ടില് റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടായിട്ടില്ലേ? റിവേഴ്സ് മൈഗ്രേഷൻ, ബ്രെയിൻ ഡ്രെയിൻ, ആളുകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ചോദിച്ച കാര്യത്തിൽ ഏറ്റവും പ്രധാനം ഈ റിവേഴ്സ് മൈഗ്രേഷനെ പറ്റി അദ്ദേഹം തന്നെ പറഞ്ഞു. എന്തുകൊണ്ടാണ് റിവേഴ്സ് മൈഗ്രേഷൻ ഉണ്ടാവുന്നത്? കേരളം സ്വർഗമായതുകൊണ്ടാണോ? കേരളം സ്വർഗമാകുന്നതുകൊണ്ട്. കേരളം സ്വർഗമാകുന്നതുകൊണ്ട്. കേരളം സ്വർഗമാകുന്നത് എന്തുവെന്ന് വെച്ചാൽ കേരളത്തിലെ ഐ ടി ഫീൽഡ് സമാനതകളില്ലാത്ത വളർച്ച. കേരളത്തിലെ ഐ ടി ഫീൽഡിൽ സമാനതകളില്ലാത്ത വളർച്ച. കേരളത്തിലെ എല്ലാ മേഖലകളിലും MSMEകളിലും അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത പുതിയ മുന്നേറ്റമുണ്ടായി.